بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله. اللهم صل على محمد وعلى آله وصحبه أجمعين. ما بعد. ദർസ് 155. സംസം, അതിൻ്റെ മഹത്വം, കുടിക്കേണ്ട രൂപം പണ്ഡിതന്മാർ കാര്യമായി വിവരിച്ച് കാണാം. സംസം അത് ധാരാളം മഹത്വങ്ങൾ ഉള്ള വെള്ളമാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ കാലിനടിയിൽ നിന്നും പൊട്ടിയ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കുപ്പിളിക്കുകയും ആ സംസം അവിടുത്തെ ഉമിനീര് തട്ടിയ വെള്ളവുമാണ്. അതിലേക്ക് തന്നെ അവിടുന്ന് അത് വായിൽ വച്ചതിന് ശേഷം സംസം കിണറിലേക്ക് അവിടുത്തെ ഉമിനീരോട് കൂടെ എത്തിക്കുകയും ചെയ്ത വെള്ളം. മാഉ സംസമ ലിമാ ശുരിബ ലഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സംസം എന്തിനു വേണ്ടി കുടിച്ചോ അതിനുള്ളതാണ്. അപ്പോൾ സംസം എന്ത് കരുതി കുടിച്ചോ, എന്ത് മുറാദ് ഉണ്ടെങ്കിലും സംസം കുടിക്കുമ്പോൾ ആ മുറാദ് വെച്ച് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും. സംസം കുടിക്കുന്ന സമയത്ത് ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി തങ്ങളുടെ ഈ വാക്ക് തന്നെ മതി. ഒരാൾ വിശന്നിരിക്കുന്ന സമയത്ത് സംസം കുടിച്ചിട്ട് എൻ്റെ വിശപ്പ് തീരണമെന്ന് കരുതിയാൽ അവൻ്റെ വിശപ്പ് തീരും, ദാഹം തീരും. ഒരു ഉദ്ദേശമുണ്ട്, ആ ഇൽമ് കിട്ടണം, ഞാൻ ഒരു നല്ല ഇൽമ് കിട്ടണം എന്ന് കരുതി കുടിച്ചാൽ അവൻക്ക് ഇൽമ് ലഭിക്കും. അവൻ്റെ മക്കൾ നന്നാവണമെന്ന് കരുതി ബാപ്പ കുടിച്ചാൽ മക്കൾ നന്നാവും, ഉമ്മ കുടിച്ചാൽ മക്കൾ നന്നാവും. അതുപോലെ എൻ്റെ കടം വീടണമെന്ന് കരുതി കുടിച്ചാൽ ആ കടം വീടിയിരിക്കും. എനിക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവണമെന്ന് കരുതി കുടിച്ചാൽ അള്ളാഹു അത് നൽകും. മാ ഉസംസം ലിമാ ശുരിബ ലഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസാണ്. സംസം എന്തിനാണോ കുടിക്കുന്നത് ആ കാര്യം അള്ളാഹു എത്തിച്ചിരിക്കും. പലരും തൻ്റെ മക്കളെ ആലിമാകാൻ വേണ്ടി താൻ കുടിച്ചിട്ടുണ്ട്, അപ്പം മക്കൾ ആലിമാകും. ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി കുടിച്ചാൽ ആവശ്യം പൂർത്തീകരിക്കും. രോഗം മാറണം, പഠിച്ചവനെ ഈ സംസം കുടിയോടുകൂടെ എൻ്റെ രോഗം മാറണം, സംസം കുടിച്ചിട്ട് എൻ്റെ രോഗം മാറണമെന്ന് കരുതി കുടിച്ചാൽ അള്ളാഹു രോഗം മാറ്റിക്കൊടുക്കും. കടം വീടണം, പ്രയാസം നീങ്ങണം, പ്രസവം എളുപ്പമാവണം, കാലുവേദന മാറണം, മുട്ടുവേദന മാറണം, എനിക്ക് നല്ല ഇൽമ് ലഭിക്കണം, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് എന്താണോ നമ്മൾ കരുതുന്നത് അത് ലഭിക്കുന്നതാണ്. നമ്മൾ എന്തുദ്ദേശിച്ചോ സംസം കിട്ടിയാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എല്ലാ ദുന്യവിയും മുഖ്റവിയുമായി ഏതൊരാവശ്യവും കരുതിക്കൊണ്ടായിരിക്കണം സംസം കുടിക്കുന്നത്. അത് ദുആ ചെയ്യുകയും ചെയ്യണം. ഇരുന്നു കൊണ്ട് കുടിക്കലാണ് സുന്നത്ത്, നിന്നുകൊണ്ട് അല്ല. നബി തങ്ങൾ ഒരിക്കൽ നിന്നുകൊണ്ട് കുടിച്ചു എന്ന് കാണാം. അത് തിരക്ക് കാരണമായിട്ട് ഇരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ബിസ്മി ചൊല്ലി കുടിക്കണം. അതിനു മുമ്പ് ഹംദും സ്വലാത്തൊക്കെ ചൊല്ലി അൽഹംദുലില്ലയും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ എന്നൊക്കെ ചൊല്ലി സ്വലാത്തൊക്കെ ചൊല്ലി സംസം ലഭിച്ചാൽ നാം ദുആ ചെയ്യുക. പഠിച്ചോനെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, മാഉ സംസം ലിമാ ശുരിബ ലഹു. സംസം വെള്ളം എന്തിനു കുടിച്ചോ അതിനുള്ളതാണെന്ന്. ഞാൻ ഈ സംസം ഇതാ കുടിക്കുന്നത് എൻ്റെ ഇന്ന ഉദ്ദേശങ്ങൾ പൂർത്തിയാകാനാണ്, എൻ്റെ രോഗങ്ങൾ മാറാനാണ്, എൻ്റെ മക്കൾ നല്ലവരാകാനാണ്, എൻ്റെ മക്കളെ പരീക്ഷ വിജയിക്കാനാണ്. മക്കൾക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് കുടിപ്പിക്കാം. എന്താണ് ഉദ്ദേശങ്ങൾ അതെല്ലാം പറയാം. ഇന്ന് മറ്റുള്ളവരുടെ ഉദ്ദേശം പറഞ്ഞുകൊണ്ട് നമുക്ക് കുടിക്കാം. ഇങ്ങനെ നമ്മുടെ ഭൗതികമോ അല്ലെങ്കിൽ ആത്മീയമായ എൻ്റെ ഹൃദയം ശുദ്ധിയാകാനാണ്, എൻ്റെ രോഗങ്ങൾ മാറാനാണ്, എൻ്റെ ദോഷങ്ങൾ പൊറുക്കാനാണ്, എൻ്റെ ഈമാൻ കാമിലാകാനാണ്. ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു ദ്വാരുന്ന്. അതുകൊണ്ട് മുത്തുനബി പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സംസം എന്തിനു കുടിച്ചോ അതിനുള്ളതാണെന്ന്. ഞാൻ ഇന്ന ആവശ്യങ്ങൾക്കൊക്കെയാണ് പഠിച്ചവനെ കുടിക്കുന്നത്. എൻ്റെ ഈ ആവശ്യങ്ങൾ മുഴുവനും ഈ സംസമിൻ്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് നീ നീക്കിത്തരണം പഠിച്ചവനെ, വീട്ടിൽ തരണം പഠിച്ചവന്,
പ്രയാസങ്ങൾ നീക്കിത്തരണം എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മി ചൊല്ലി സംസം കുടിക്കുക. കിബിലക്ക് മുന്നിട്ട് കുടിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് കുടിച്ചതിന് ശേഷം അല്പം കയ്യിലെടുത്ത് അതിൻ്റെ ബാക്കി കയ്യിലെടുത്ത് തലയിലും നെഞ്ഞിലും ശരീരത്തിലൊക്കെ എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ പുരട്ടൽ സുന്നത്താണ്. അല്പം കയ്യിലെടുത്ത് തലയിലും മുഖത്തും നെഞ്ഞ് ഭാഗത്തും മറ്റു ഭാഗങ്ങളിലൊക്കെ നമ്മുടെ കൈയെത്തുന്ന ഭാഗത്തൊക്കെ പുരട്ടൽ സുന്നത്താണ്. ഇങ്ങനെ ദുആ ചെയ്തിട്ട് കുടിക്കുക. ശേഷം എന്ത് ചെയ്യുക, അതൊക്കെ ശരീരത്തിൽ പുരട്ടുക. അതിനുശേഷം അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വ അമലൻ മുതഖബ്ബല, നാഫിഅ ഇൽമ് നൽകണേ എന്നുള്ള ദുആ, വ അമലൻ മുതഖബ്ബല, ഖബൂലുള്ള അമൽ നൽകണേ, വ റിസ്ഖൻ ഹലാലൻ തയ്യിബ, നല്ല റിസ്ക് നൽകണേ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ അമലൻ മുതഖബ്ബല റിസ്ഖൻ ഹലാലൻ തയ്യിബ, ഈമാനൻ കാമില, ഈമാൻ നൽകണേ കാമിലായ പൂർണ്ണമായ. റിസ്ഖൻ ഹലാലൻ തയ്യിബൻ വ ഈമാനൻ കാമിലൻ വ അമലൻ, ഇങ്ങനെയുള്ള ദുആ ഉണ്ട്. അല്ലാഹുമ്മ നസ്അലുക ഇൽമൻ നാഫിഅ അമലൻ മുതഖബ്ബല റിസ്ഖൻ ഹലാലൻ തയ്യിബൻ ഈമാനൻ കാമിലൻ വഅംറൻ ഫീ ത്വഅതിക തവീല, ദീർഘായുസ്സ് നൽകണേ. ഈ ദുആ കൂടി അവിടെ ദ്വാരക്കൽ നല്ല, അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ട ഒരു ദുആണ്. കുടിച്ചതിന് ശേഷം ദ്വാരക്കലും നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, വഹാദാ മിമ്മ അമിലൽ ഉലമാ വൽ അഖ്യാറു ബിഹി ഫശരിബൂഹു ലിമത്താലിബ ലഹും ജലീല ഫനാലൂഹ. ലോക പണ്ഡിതന്മാരും മഹാന്മാരും സ്വാലിഹീങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് മക്കൾ നന്നാവണം, മക്കൾ ആലിമാവണം ഒക്കെ പറഞ്ഞുകൊണ്ട് അവർ സംസം കുടിച്ചപ്പോൾ അവർക്ക് ആ ലക്ഷ്യം നേടിയിട്ടുണ്ട് എന്ന് കാണാവുന്നതാണ്. സ്വന്തം ആവശ്യത്തിനും കുടിക്കാം, മറ്റുള്ളവരുടെ ആവശ്യത്തിനും നമ്മൾ ഇവിടുന്ന് കുടിച്ചാൽ മതി. ഇങ്ങനെ ദുന്യവിയോ ഉഖ്റവിയായ ഏത് കാര്യത്തിനും കുടിച്ചാലും ആഫിയത്തിന് കുടിക്കാം, ഭക്ഷണ വിശാലതക്ക് കുടിക്കാം, ഇങ്ങനെ എല്ലാ കാര്യത്തിനും കുടിച്ചാലും നമ്മുടെ നിയ്യത്ത് പോലെ അള്ളാഹു നൽകുന്നതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സംസമിൻ്റെ മഹത്വം ഇനിയിപ്പോൾ ഹജ്ജൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അല്ലാതെയും നമ്മുടെ വീട്ടിലെപ്പോഴും സംസം ഉണ്ടാവും, നല്ലതാണ്. രോഗങ്ങളൊക്കെ വരുമ്പോൾ ആ ലക്ഷ്യം കരുതിക്കൊണ്ട് സംസം രോഗികൾക്കൊക്കെ കൊടുക്കുക. അവരെ കൊണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യുക എങ്കിൽ വലിയ അത്ഭുത ഫലങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല അതാ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസം കുടിക്കും, അല്ലാഹുമ്മ നസ്അലുക ഇൽമൻ നാഫിഅ വ റിസ്ഖൻ വാസിഅൻ വ ശിഫാഅൻ മിൻ കുല്ലി ദാ, ഇൽമുൻ നാഫി, ഉപകാരമുള്ള ഇൽമ് നൽകണേ, വിശാലമായ റിസ്ഖ് നൽകണേ, എല്ലാ രോഗവും ശിഫനാക്കണേ എന്നൊക്കെ ദ്വാരക്കാറുണ്ടായിരുന്നു എന്ന് കാണാം. അങ്ങനെ മഹാന്മാരും സ്വഹാബകളും എല്ലാവരും അങ്ങനെ ചെയ്തവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് കിട്ടിയാൽ വയറ് നിറച്ച് കുടിക്കലാ സുന്നത്ത്. നമുക്കിപ്പോൾ അങ്ങനെ എപ്പോഴും കിട്ടില്ല, അവിടെ പോയാലേ കിട്ടുള്ളൂ. അള്ളാഹു നമുക്കൊക്കെ അവിടെ പോകാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. വയറ് നിറച്ച് സംസം കുടിക്കാനും കൊണ്ടുവരാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ. കിട്ടുന്ന ചാൻസിലൊക്കെ മുതലാക്കുക. ഹജ്ജിന് വരുന്നവരിൽ നിന്നൊക്കെ കിട്ടും, അവരോടൊക്കെ സംസം കിട്ടുമെങ്കിൽ വാങ്ങുക, കുടിക്കുക, ആവശ്യങ്ങൾ കരുതുക, ദുആ ചെയ്യുക. അള്ളാഹു തൗഫീഖ് ആക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.